കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രൂക്ഷമായി ശാസിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ വിവരങ്ങളിൽ പൊരുത്തക്കേട് ആരോപിച്ച് ഖാർഗെ നടത്തിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശാസന. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസ്താവന സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ ബാധിക്കുമെന്നും കമ്മീഷൻ വിലയിരുത്തി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഏത് സാഹചര്യത്തിലായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശാസന മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് മേലുണ്ടായത്? രോഹിണി, വോട്ടർമാരുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ നടത്തിയതിനും അത് സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിനുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ഇത്തരത്തിലൊരു ശാസന നേരിടേണ്ടി വന്നിട്ടുള്ളത്. വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നത് ഏറെ വൈകിയാണെന്നും വോട്ടർമാരുടെ കണക്കുകൾ കൃത്യമാകുന്നില്ല എന്നൊരു പരാമർശം മല്ലികാർജ്ജുന ഖാർഗെയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിന് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ശാസന രൂപത്തിൽ കത്ത് നൽകിയിട്ടുള്ളത്. നിലവിൽ വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ റിലീസ് വൈകി എന്നുള്ള കാരണം കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തെറ്റാണ്. ഒപ്പം വോട്ടർമാരുടെ വിവരങ്ങൾ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് മേൽ അനാവശ്യമായ സംശയം ഉണ്ടാക്കുന്നതിനും കാരണമാകും. ഇത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അത് തെരഞ്ഞെടുപ്പ് നടപടികളെ ദോഷകരമായി ബാധിക്കുമെന്നും പക്ഷപാതപരമായ ചില പരാമർശങ്ങളാണ് ഇക്കാര്യങ്ങളിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം എവിടെയൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ അവ്യക്തത ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാമോ അതിനായിരുന്നു കോൺഗ്രസ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശാസന കോൺഗ്രസ് അധ്യക്ഷന് മേൽ തന്നെ വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയല്ലേ? രോഹിണി, തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ശാസന എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കോൺഗ്രസിന്റെ അധ്യക്ഷത തന്നെയാണ് ഇത്തരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ ഉണ്ടാകരുത്, ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകളും വോട്ടർമാരുടെ വിവരങ്ങൾ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളെ അല്ലെങ്കിൽ നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങൾ, അതിൻ്റെ നടപടികൾ, സാങ്കേതികപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവയിലെല്ലാം തന്നെ അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ ഉയർത്താൻ, ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ തന്നെയാണ് എപ്പോഴും കോൺഗ്രസ് ശ്രമിക്കാറുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇത്തരത്തിൽ ഈ ഒരു നിരീക്ഷണം വളരെ കൃത്യമായി നടത്തിയിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ അനാവശ്യമായ സംശയങ്ങൾ ഉയർത്തേണ്ടതില്ല, അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കും. ഇത്തരത്തിലുള്ള തുടർച്ചയായി അനാവശ്യമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ സംശയങ്ങൾ ഒരു സംവിധാനത്തിന് നേരെ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളത് സുപ്രീം കോടതി പോലും ചൂണ്ടിക്കാട്ടിയിരുന്നു. എങ്കിൽ പോലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പും അതിൻ്റെ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളും പൂർത്തിയാക്കുന്ന ഭാരതത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളെ മോശപ്പെടുത്താനും അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികത്വ വിവരങ്ങൾ ചോദ്യം ചെയ്യാനും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും എപ്പോഴും പ്രതിപക്ഷ മുന്നണികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളും മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ശ്രമിക്കാറുണ്ട്. അതിനേറ്റൊരു തിരിച്ചടി കൂടിയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് നൽകിയിട്ടുള്ള കത്ത്. രോഹിണി, ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.